മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നത് മഹനീയമാണല്ലോ എന്ന് ഞാൻ പറയൂ. ഈ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തികളെ മഹത്വപ്പെടുത്താനായിട്ട് കുവൈറ്റിലെ നേഴ്സുമാരായ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നേഴ്സസ് ടൈമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹല്ലേലൂയ. എൻ്റെ പേര് പുഞ്ചിരി. ഞാൻ 15 വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. എൻ്റെ വീട് എറണാകുളത്ത് കാലടിയിലാണ്. എൻ്റെ കുടുംബം നാട്ടിലാണ്. ഹസ്ബൻഡും മോനും. പിന്നെ എടവക എടനാടാണ് എറണാകുളത്ത്. എൻ്റെ പേര് ജാക്കി. കുവൈറ്റിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളിയും 2 മക്കളും ഉറങ്ങുന്ന കുടുംബത്തോടുകൂടി ഞാനിവിടെ സാൽവയിൽ താമസിക്കുന്നു. നാട്ടിൽ ചങ്ങനാശ്ശേരിയാണ് സ്വദേശം. സെൻറ്റ് ജോർജ് ചർച്ച് ചീരിഞ്ച. ശരിക്കും നമ്മൾ പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറയുമ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മച്ചീനെ പറ്റിയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചിയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. അമ്മച്ചി എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ഒക്കെ നമ്മളത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും പാപികളുടെ മാനസാന്തരത്തിനായിട്ടും രോഗികളുടെ സൗഖ്യത്തിനായിട്ടൊക്കെ കാഴ്ചവെക്കണം അമ്മച്ചി പറഞ്ഞു തരുമായിരുന്നു. അന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പം അതിൻ്റെയൊക്കെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളും കർത്താവ് നമ്മളെ ഒരുപാട് വളർത്തി ഒരുക്കി. അതുകൊണ്ട് ഇപ്പോൾ എനിക്കതെല്ലാം മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മച്ചി എന്നോട് പറയുമായിരുന്നു, പ്രാർത്ഥന പുസ്തകം എടുത്തിട്ട് വന്നിട്ട് സകല വിശുദ്ധൻ ലുത്തിനെ ഒന്ന് അമ്മച്ചിക്ക് ചൊല്ലിത്തരുമെന്ന് ചോദിക്കുമായിരുന്നു. അമ്മച്ചി ഒരിക്കലും എന്നോട് ചൊല്ലാൻ പറഞ്ഞിട്ടില്ല. അമ്മച്ചി എന്നോട് പറയുന്നത് അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചൊല്ലിക്കൊടുക്കാൻ പറയുമായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാനല്ലേ, എന്നോട് പ്രാർത്ഥിക്കാൻ പറയുകയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്രാർത്ഥന പുസ്തകമായിട്ട് അമ്മച്ചിയുടെ അടുത്ത് അടുക്കളയിൽ വന്നിരിക്കും. അമ്മച്ചി അപ്പോൾ കറിക്കരിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പണികൾ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്തിരുന്നുകൊണ്ട് ഈ ലുത്തിനെ ഞാൻ ചൊല്ലുമായിരുന്നു. അപ്പോൾ എനിക്ക് സത്യത്തിൽ അന്നാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഇത്രയും വിശുദ്ധരുണ്ടെന്നൊക്കെ അന്നാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ അതിനകത്തെ പല പേരുകളും വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു. കാരണം ഒന്നാമത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേരുകളാണ്. അപ്പോൾ അന്നതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഞാൻ വായിക്കും, കുറച്ച് അമ്മച്ചി അതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നുള്ള മറുപടി പ്രാർത്ഥന അമ്മച്ചി ചൊല്ലും. പക്ഷേ ഞാൻ കുറേ നേരം ഇരുന്ന് ചിരിക്കുമായിരുന്നു. പക്ഷേ എനിക്കിന്നറിയാം അമ്മച്ചി അന്നേരം ശരിക്കും ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു എന്നുള്ളത്. ഞാൻ ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വല്യമ്മച്ചീനെയാണ്. കാര്യം ഞാൻ വല്യമ്മച്ചിയുടെ കൂടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് അമ്മച്ചി ഞാൻ ഓർമ്മ വെച്ച കാലം പോലെ അമ്മച്ചി പള്ളിയിലൊന്നും പോയിരുന്നില്ല. പക്ഷേ അമ്മച്ചി എപ്പോഴും എന്തെങ്കിലും ഈ പ്രാർത്ഥന കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥന കറക്റ്റ് സമയത്ത് ചെല്ലിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയുമായിരുന്നു അമ്മച്ചി. പിന്നെ പ്രത്യേകമായിട്ടുള്ള ചില പ്രാർത്ഥനകളൊക്കെ അമ്മച്ചിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല, അങ്ങനെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അമ്മച്ചി അതൊക്കെ അന്ന് ചെല്ലിയിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോകാറുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചിയിൽ നിന്ന് പ്രാർത്ഥനകളൊക്കെ പഠിച്ചെങ്കിലും എനിക്ക് ശരിക്കും ഒരു ആവറേജ് ക്രിസ്ത്യൻ ലൈഫ് അത്രേ ഉള്ളായിരുന്നു. നമുക്ക് ഞായറാഴ്ച പള്ളിയിൽ പോവും, കുരിശ് വരയ്ക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മളോട് ചെറിയൊരു ഭാഗം വായിക്കും, അത്രയൊക്കെ തന്നെ നമുക്കുണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ പഠിക്കാൻ പോയ സ്ഥലത്തൊക്കെ ഏതായാലും ദൈവകൃപയിലായിട്ട് പള്ളി തൊട്ടടുത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പം അവിടെ കന്നഡ കുർബാനയായിരുന്നു. ഞായറാഴ്ചകളിൽ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. പിന്നെ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ ആണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും പള്ളി എവിടെയാണെന്ന് ജസ്റ്റ് കണ്ടുപിടിക്കും. ആ ഒരു റുട്ടീൻ പോലെ അങ്ങനെയൊക്കെ ഒരു ലൈഫായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നീട് കുവൈറ്റിലേക്ക് വന്നപ്പോൾ ഈശോയിൽ നിന്ന് ഞാൻ ഒരുപാട് അകന്നുപോയി. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് നിൽക്കുമ്പോഴത്തേനും ഒരു വലിയ സാലറി കിട്ടുന്നു. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത ഒരു ഐ ഹോസ്പിറ്റലായിരുന്നു. അപ്പം എനിക്കവിടെ അധികം പണിയൊന്നും ഇല്ലായിരുന്നു, ഹോസ്റ്റൽ ലൈഫായിരുന്നു. പിന്നീട് അങ്ങനെ വളരെ അലസമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. അപ്പം പിന്നീട് പതുക്കെ ഈശോയിൽ നിന്ന് അകന്നപ്പോഴത്തേക്കിന് പാർട്ടി ലൈഫായി, സിനിമ, ക്രിക്കറ്റ്, അങ്ങനെ മൊത്തത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് അകന്ന് ഒരു പാവകരമായ ഒരു ജീവിതത്തിലേക്ക് തന്നെ പോയിന്ന് ശരിക്കും ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലയായിരുന്നു പോയത്. അപ്പം പിന്നീട്
എനിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പാവബോധം തോന്നി. ഞാൻ പോകുന്ന റൂട്ട് ശരിയല്ല. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും വളരെ യാദൃച്ഛികമായിട്ട് ഞാനൊരു ഈവനിങ് എപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഒരു മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരച്ഛൻ്റെ വീഡിയോ കാണാൻ വെച്ചിടയായി. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഇതുവരെ ഞാൻ അങ്ങനെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു പ്രാർത്ഥനയും എങ്ങനെയാണെന്നൊക്കെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ലായിരുന്നു. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയാൽ പോവും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും ഇന്ന് വൈകുന്നേരം ഒന്ന് പള്ളിയിൽ പോയേക്കാം. അപ്പോൾ ഞങ്ങൾ സിറ്റി ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന കഥ. വൈകുന്നേരം അവിടെ സിറ്റി ചർച്ചിലേക്ക് പോകാം. അപ്പോഴത്തേനും അവിടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണ്, അടുത്ത ആഴ്ച കുവൈറ്റിൻ്റെ നാഷണൽ കൺവെൻഷനാണ്. ഞാൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ട ആ അച്ഛനാണ് അവിടെ ധ്യാനിപ്പിക്കാൻ വരുന്നത് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. എങ്ങനെ ഞാനിപ്പോൾ കുറച്ച് മുന്നേ അച്ഛനെ കണ്ടതല്ലേ ഉള്ളൂ, ഈ അച്ഛൻ നേരെ ധ്യാനിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കാം. അപ്പം അങ്ങനെ ഏതായാലും ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ കൊണ്ട് ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം പോയി. അന്ന് തന്നെ അച്ഛൻ അവിടെ വിളിച്ചു പറയാണ്, ഇത് യഥാർത്ഥത്തിൽ കുവൈറ്റിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു കൺവെൻഷൻ ആയിരിക്കാം, പക്ഷേ ഇത് ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഒന്ന് അച്ഛൻ പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ ശരിയാണല്ലോ, എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും അച്ഛനെ ഈശോ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ആ ധ്യാനമൊക്കെ തന്ന് ഒരു വലിയൊരു ദൈവാനുഭവം ഉണ്ടായി. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതുപോലെ ഒപ്താൽമോളജിയിലായിരുന്നു വർക്ക് ചെയ്തത്. എനിക്കപ്പം അധികം ജോലിയൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് അപ്പം വളരെ അലസതയിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഞാൻ പറഞ്ഞിരിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിക്കൊരു മാറ്റം വരികയാണ്. അവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ മാറി. അപ്പം ഭയങ്കരമായ തിരക്ക്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തുണയാണെന്നല്ല, എനിക്ക് ആ ഒരു മാറ്റത്തിൽ ഞാൻ ഏറ്റവും ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടം നേഴ്സുമാരെ ഞാൻ കണ്ടുമുട്ടുക. എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവാനുഭവമുള്ള ചേച്ചിമാർ. അതായത് അവർ തിരക്കിനിടെ പോലും ഈശോയെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ഈ സങ്കീർത്തനങ്ങളെ, വചനങ്ങളെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിട്ടാണ് അപ്പം ഉദാഹരണത്തിന് ഒരു തിരക്ക് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ ശാന്തരായിരുന്നാണ്, കർത്താവ് നിങ്ങൾക്ക് യുദ്ധം ചെയ്തോളൂ, അങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറയും. പുതിയ അനുഭവമായിരുന്നു. അപ്പം ഇതൊക്കെ ഇപ്പോൾ നല്ല ഇതൊരു പെട്ടെന്ന് ഈ വചനമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാമായിരുന്നു. അപ്പം ഒരു ദിവസം ഒരു ഈവനിങ് ഡ്യൂട്ടിയിൽ എനിക്ക് ഭയങ്കര ഒരു അനുഭൂതി ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ 3 പേര് നേഴ്സസ് കൗണ്ടറിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇതിൽ 2 ചേച്ചിമാർ ഇങ്ങനെ പറയുകയാണ്. ഒരു ചേച്ചി ഈ വിശുദ്ധ നാട്ടിലൊക്കെ ഈ സന്ദർശനം നമുക്ക് നടത്തിയിട്ടുള്ള ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി മറ്റേ ചേച്ചിയോട് പറയുകയാണ്, ഞാൻ ഗാവുൽ താമരയിൽ നിന്നപ്പോഴത്തേക്കും ഈശോയും മാതാവിൻ്റെ മടിയിൽ കിടത്തിയ കാര്യമൊക്കെ ഇങ്ങനെ പറയുക. ഇങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി. ഈശോയെക്കുറിച്ച് പറയുന്നത് മാത്രം എൻ്റെ കാതുകൾ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്, പക്ഷേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശരിക്കും അങ്ങനെ ഒരു അഭിഷേകം എന്നിലേക്ക് വ്യാപരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്കതിൽ നിന്ന് ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് തിരക്കാണെങ്കിലും നമ്മൾ ഈശോയെ പറ്റി പറയാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി, ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. ശരിക്കും അതെനിക്കൊരു മാനസാന്തരം തന്നെയായിരുന്നു. അപ്പം ആ സിസ്റ്റർമാരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും അവർ എത്ര തിരക്കാണെങ്കിലും ആ വചനത്തിലും ഒക്കെയുള്ള ആ വിശ്വാസത്തിലുള്ള ഒരു ജീവിതം എനിക്കൊരു പുതിയൊരു ഉണർവായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിലെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് എന്നെ ആദ്യമായിട്ട് നേഴ്സ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും ഞാനിങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമായി തീരുകയും ചെയ്തത്. ജാക്കി പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ കാര്യവും. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് അമ്മച്ചിമാർ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചെങ്കിലും എന്നെ അങ്ങനെ പഠിപ്പിച്ചെങ്കിലും ശരിക്കും പഠിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് +2 നിന്നത് കോൺവെൻറ്റ് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവിടുന്ന് സിസ്റ്റേഴ്സ് നമ്മളോട് കുർബാനയ്ക്ക് പോകണമെന്ന് പറയുന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം ഞാൻ മിക്കപ്പോഴും കുർബാനയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ അതൊരു ദൈവസ്നേഹം നിറഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല, അവർ പറയുന്നതിൻ്റെ പേരിൽ മാത്രം പോയതായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നഴ്സിംഗ് പഠിക്കാൻ ഞാൻ കോഴിക്കോടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഞായറാഴ്ചകൾ കുർബാനയ്ക്ക് പോകാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ മിക്കപ്പോഴും പോകുന്ന ദിവസങ്ങളും പോകാത്ത ദിവസങ്ങളും ഉണ്ട്. രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയാണെങ്കിൽ ഞാനങ്ങനെ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാർ വിളിക്കും, പക്ഷേ ഞാൻ പലപ്പോഴും കുർബാനയ്ക്ക് പോകാതെ കടന്നുറങ്ങിയിട്ടുണ്ട്. എന്നാലും എനിക്കങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല, കാരണം അത്രമാത്രം ഒരു അനുഭവത്തിലേക്കൊന്നും അന്ന് ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പഠനത്തിന് ശേഷം ജോലിക്കായിട്ട് പോയ സമയത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു.
ഈ ഒരു സമയത്ത് ഞാൻ കുവൈറ്റിലേക്ക് വരുന്ന സമയത്ത് 2010 ഞാൻ കുവൈറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്തും എനിക്ക് പള്ളിയിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്കാരും കൂട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകത്തില്ല. എൻ്റെതായ സ്വന്തം സൈഡിൽ നിന്ന് ഞാനൊരു എന്നാൽ ഞാൻ തന്നെ ഇന്ന് പള്ളിയിൽ പോകാനായിട്ടൊന്ന് ശ്രമിച്ച് ആരെങ്കിലും അന്വേഷിച്ച് നോക്കാം, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. എന്നെ ആരെങ്കിലും വിളിക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരോട് ചോദിക്കാം നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടോ, അങ്ങനെ ചോദിക്കുമ്പം അവരാരെങ്കിലും എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ അവരോട് പോകും. അതല്ലാതെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരു ശ്രമമൊന്നും നടത്തിയിരുന്നില്ല. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പം ആ ഒരു സമയത്ത് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിയുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. എനിക്കിങ്ങനെ എപ്പോഴും എൻ്റെ അമ്മച്ചിനെ ഓർമ്മ വരുമായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ ഒരു പ്രാർത്ഥന ജീവിതവും പ്രാർത്ഥനാ രീതിയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞങ്ങളുടെ ഇടവ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി മിക്കപ്പോഴും തന്നെ ആ ആരാധനയ്ക്ക് പങ്കെടുക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ ആ സമയത്ത് അമ്മച്ചി അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരോടൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ വരുന്നുണ്ടോ ആരാധനയ്ക്കെന്ന് ചോദിച്ചിട്ട് അമ്മച്ചി അവരെയും വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഇതെല്ലാം ഓർമ്മ വരാൻ തുടങ്ങി. എൻ്റെ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നല്ലോ. ഈ ഒരു ഓർമ്മയൊക്കെ ഇനി വരാൻ തുടങ്ങിയപ്പോൾ എനിക്കും തോന്നി ഞാൻ എൻ്റെ അമ്മച്ചിനെ പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു അത്. ആ ഒരു സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ മാറാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് പള്ളി അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് നീ എന്നെ കൊണ്ടുപോകണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ പള്ളിയിൽ പോകാൻ പറ്റും, നിന്നോട് കൂട്ടുകൂടാൻ പറ്റും, നിന്നെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും എനിക്കറിയാം എൻ്റെ ഈശോ ആ പ്രാർത്ഥന കേട്ടു. കാരണം ഞാൻ ഈശോനെ കൂടുതൽ സ്നേഹിക്കാനും ഈശോനെ അറിയാനൊക്കെ അങ്ങനത്തെ ആഗ്രഹം നമുക്ക് ഉള്ളപ്പം ഈശോ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം നൽകി. അങ്ങനെയാണ് ഞാൻ സാൽമിയയിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കും അവിടെ ഹോസ്റ്റലിലേക്ക് ഞാൻ എത്തി. അപ്പോൾ അവിടെ പള്ളിയിൽ പോകണം, നമുക്ക് തൊട്ടടുത്ത് പള്ളിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓടി പള്ളിയിലേക്ക് പോകാം. അവിടെ ചാപ്പലുണ്ട്, ചാപ്പലിൽ പോയിരിക്കാം. പ്രത്യേകിച്ച് കൂതാശയോടൊക്കെ ചേർന്ന് നിൽക്കാനും അങ്ങനെ ഒരു ദൈവത്തോട് ചേർന്ന് നിന്നുള്ളൊരു ജീവിതം എനിക്ക് തുടങ്ങുന്നത് ശരിക്കും ഈ കുവൈറ്റ് വന്നതിന് ശേഷം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ നേഴ്സസ് മിനിസ്ട്രി എന്നൊരു കൂട്ടായ്മ കേൾക്കുന്നതും അതിലുള്ള പിള്ളേരെയൊക്കെ കാണുന്നതും അവരും എന്നെ അതിനകത്തേക്ക് ക്ഷണിച്ചു. അപ്പം പിന്നെ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. സഭാപ്രസംഗന പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമയ്ക്ക് മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറയുന്നൊരു വചനമുണ്ട്. ആ വചനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രായമായി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിനും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിനെ സേവിക്കാൻ അത് ശരിയല്ലല്ലോ. നമുക്ക് ശരിക്കും നമ്മുടെ യൗവനകാലമല്ലേ നമുക്ക് കർത്താവിന് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കുക, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഈ നേഴ്സസ് മിനിസ്ട്രി വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് എൻ്റെ ജോലി മേഖലയിൽ ഒത്തിരി വ്യത്യാസം വന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര പേടിയും പരിഭ്രമവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ ഈ ഗ്രൂപ്പ് ലീഡർ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേനും നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നമുക്ക് ഇത്രയും വലിയൊരു വാർഡ് നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അന്ന് പോലെ ഒരു വചനത്തിൽ കിട്ടുന്ന ഒരു ഉറപ്പിന്മേലാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഗ്രൂപ്പ് ലീഡർ ഡ്യൂട്ടി തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാനൊന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോഴത്തേന് എനിക്കൊരു വചനം കിട്ടി. സങ്കീർത്തനങ്ങൾ 63:8, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അവിടുത്തെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. ആ വചനം ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ശക്തി കിട്ടി. അന്ന് മുതൽ ഇന്നു വരെ ഞാൻ എന്നൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അന്ന് രാവിലെ ചെല്ലിയിട്ട് പോകും. ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കാം, പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ കൃപ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്കും ഇതുപോലെ തന്നെയാണ് ജാക്കി. ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി തന്നെയാണ് ഞാനും ഡ്യൂട്ടിക്ക് പോകുന്നത്. മുമ്പ് ഞാനിപ്പോൾ നമ്മുടെ മിനിസ്ട്രിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന എപ്പോഴും എൻ്റെ കാര്യങ്ങളിലാണ്. അതായത് എനിക്ക് തെറ്റുപറ്റല്ലേ, എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പോണേ, അതായത് എൻ്റെ പ്രാർത്ഥനയിലേക്ക് എൻ്റെ കൂടെയുള്ള മറ്റു നഴ്സുമാരെ ചേർത്ത് വയ്ക്കാനോ അതിനുള്ളൊരു അറിവോ കൃപയോ എനിക്ക് അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെയും കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യം വന്നതും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമാണ്. ഞാൻ ജോലി ചെയ്യുന്നത് അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് മാറി അകത്തേക്ക് കയറുമ്പം ഞങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മെയിൻ ഡോർ കയറുമ്പോൾ തന്നെ ഞാൻ കുരിശ് വരച്ചിട്ടാണ് കയറാറ്. അതുപോലെ അകത്ത് കയറി കഴിയുമ്പോഴും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അപ്പം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിയുമ്പം ഞാൻ ഇന്നും അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ്, അവിടെയുള്ള എല്ലാ ഉപകരണങ്ങളെയും നമ്മുടെ മെഡിസിനും അതുപോലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും നമ്മുടെ മറ്റ് സ്റ്റാഫുകളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അതൊക്കെ ഈ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം കിട്ടിയൊരു ബോധ്യം, എനിക്ക് ചെയ്യാനുള്ള കൃപയൊക്കെ ഈശോ തന്നതാണ്.
ഇപ്പം ഡോക്ടേഴ്സ് നമ്മുടെ അവരെന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം പേഷ്യൻ്റെ നട്ടലിന് അവർ കുത്തുന്ന സമയത്താണേലും ഈ ട്യൂബ് ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ അടുത്തുനിന്ന് പ്രാർത്ഥിക്കും, ഈശോയെ ആ ഒരു ഒറ്റ അറ്റംപ്റ്റിൽ അവരൊന്ന് ആദ്യത്തെ തവണ അവർ ശ്രമിക്കുമ്പോൾ തന്നെ ഈശോ അത് കിട്ടണേ, അതൊത്തിരി ബുദ്ധിമുട്ടുകളിലേക്ക് പോകല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത് നിൽക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടെയുള്ള മറ്റു നഴ്സുമാർ അവരിപ്പം എന്തെങ്കിലും ചെയ്യുമ്പോഴും ഈശോയെ ആ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടണേ, അത് ശരിയാണേ എന്നൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞു മക്കളൊക്കെ സർജറിക്കായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് ക്യാനുലയൊക്കെ കിട്ടാനായിട്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ആരാണെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെയുള്ളവർ ചെയ്യുമ്പോഴാണെങ്കിലും ശരി അത് ഒറ്റ അറ്റൻഡ് തന്നെ കിട്ടണേ, ഒത്തിരി കാരണം അതിന് കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആ സമയത്ത് അവരെയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ശരിക്കും ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് സാധിച്ചത്. ഈ വചനം വായിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ NSS മിനിസ്ട്രി വരുന്നതിന് മുമ്പ്. പക്ഷേ എപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. കുറച്ച് നാൾ വായിക്കും, എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് പോകും. പിന്നീട് ശരിക്കും ഈ കൊറോണയുടെ ഒരു സമയത്താണ് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ എനിക്ക് തിരിച്ചു കിട്ടിയത്. അത് എങ്ങനെയെങ്കിലും അത് വചനം വായിച്ച് പൂർത്തിയാക്കണം, ഒരു ആവർത്തിയെങ്കിലും ബൈബിള് നമ്മൾ പൂർണ്ണമായിട്ടും വായിക്കണം, അങ്ങനൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നു. അപ്പം 2020 ആണ്ടിലെ പന്തക്കുസ്തായോട് അനുബന്ധിച്ച് അത് തീർക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു കൃപ കിട്ടിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു കഴിവല്ല ശരിക്കും ഇത്. എന്നിട്ട് അങ്ങനെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എനിക്ക് അന്ന് പന്തക്കോസ്താ ദിനത്തിൽ അന്ന് അത് മുഴുവനായിട്ട് വായിച്ച് തീർക്കാൻ പറ്റി. ഞാനന്ന് തീരുവെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ഞാനൊരു മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 3 മണി സമയത്ത് വന്ന് വായിക്കാനിരുന്നു. കുറേ വായിച്ച് തീർക്കാനുണ്ടായിരുന്നു. ഏകദേശം ഒരു രാത്രി 12:30 മണിയോടുകൂടി സമ്പൂർണ്ണ ബൈബിള് മൊത്തമായിട്ട് അന്ന് വായിക്കാനായിട്ട് എനിക്ക് പറ്റി. ഏകദേശം ഒരു 9.5 മണിക്കൂർ ഞാൻ അവിടുന്ന് അനങ്ങാതെ ഇരുന്ന് വായിക്കാനായിട്ട് ഒരു കൃപ കിട്ടി. ശരിക്കും അത് വായിച്ച് പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തന്ന ഒരു വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്നും അത് മുഴുവൻ നമ്മൾ പാലിക്കേണ്ടതാണെന്നുള്ള ഒരു ഉറപ്പ് ഈശോ എനിക്ക് തന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് തന്നെ എനിക്ക് ശരിക്കും പറയേണ്ടി വരും. ദൈവത്തിന് മഹത്വം. ജാക്കി ഇപ്പം നമ്മൾ മിനിസ്ട്രിയിലേക്ക് വന്നപ്പം ജാക്കി പറഞ്ഞൊരു കാര്യം, ജാക്കി പറഞ്ഞില്ലേ യൗവനത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു വചനത്തിൽ സ്പർശിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന സമയത്ത് എനിക്ക് ശരിക്കും അതിശയമായിരുന്നു. ഇത്രയും കൃപ നിറഞ്ഞ നഴ്സുമാരെയൊക്കെ ഞാൻ അന്ന് ആദ്യമായിട്ടായിരുന്നു കണ്ടിരുന്നത്. മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ധ്യാനത്തിനൊക്കെ ഞങ്ങളെ വിടുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ധ്യാനം കൂടുമ്പോഴും ഒരിക്കലും ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന നഴ്സുമാരെയൊന്നും ഒരിക്കലും കണ്ടിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു കൂട്ടായ്മ കണ്ടപ്പം ഈ കൂട്ടായ്മയിലെ നമ്മുടെ കൂടെയുള്ള മറ്റു നഴ്സുമാരെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു, അതിശയമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് ഇവരൊക്കെ നല്ല മിടുക്കരായ പിള്ളേരാണ്, അപ്പോൾ ആ ഒരു കഴിവ് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ തീരെ ഒതുങ്ങിയൊരു വ്യക്തിയായിരുന്നു, അധികം ആരോട് സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ എനിക്ക് മടിയാണ് ആൾക്കാരോട് മിണ്ടാനായിട്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറിപ്പോകുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ഈശോനെ ഇഷ്ടമാണ്, ഈശോയോട് കൂട്ടുകൂടാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും മാറിപ്പോകുമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നു കഴിയുമ്പോഴും നമ്മുടെ എല്ലാ മാസവും നമുക്ക് പള്ളിയിൽ നടക്കുന്ന ഗ്യാതറിങ്ങൾ കൂട്ടായ്മകളിലേക്ക് ഇവിടുന്ന് പിള്ളേർ, എൻ്റെ കൂടെയുള്ള പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകുമായിരുന്നു. ഒരിക്കലും കൂട്ടായ്മയിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ല. ആ ഒരു സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞ കാര്യം ഇതാണ്, ഈശോയെ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കങ്ങനെ കഴിവില്ല, എനിക്കങ്ങനെ സാമർഥ്യം അങ്ങനെ ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ എനിക്ക് ഈശോയ്ക്ക് തരാനായിട്ടുള്ളത് എൻ്റെ കുറച്ച് സമയമാണ്. ഞാൻ ഈ സമയം നിനക്ക് വേണ്ടി തരുക എന്ന് പറഞ്ഞ് ഞാൻ ഈശോയ്ക്ക് പൂർണ്ണ മനസ്സോടെ എൻ്റെ കുറച്ച് സമയം ഞാൻ ഈശോയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് റൂമിലുള്ള സമയത്ത് എനിക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവും, ചിലപ്പോൾ ഇച്ചിരി മടിയൊക്കെ തോന്നും. എങ്കിലും ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ഈ സമയം നിനക്ക് തന്നേക്കുക, ഞാൻ അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വരുവാണെന്നും പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഗ്യാതറിങ് കൂട്ടായ്മകളിലേക്ക് ചെല്ലുമായിരുന്നു. പക്ഷേ അവിടെ എന്നോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. അവിടെ ഞാനത് പതുക്കെ ഞാൻ ഒഴിവാകുമായിരുന്നു. ഞാനില്ല പിന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകുമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും ചെയ്യാൻ, സംസാരിക്കാൻ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ കൂട്ടായ്മയിൽ നിന്ന് ഒന്നിച്ച് പാട്ടുപാടുകയും ഒന്നിച്ച് സ്തുതിക്കുകയും ജപമാല ചൊല്ലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ഞാൻ വന്ന് അവിടെ കൂടിയിട്ട് പോകുമായിരുന്നു. അതല്ലെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു. കാരണം എനിക്കങ്ങനെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉറക്കം വരുവാണെങ്കിൽ ഞാൻ ഈശോയോട് പറയും, ഈശോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നാലും ഞാൻ ഈ സമയം നിനക്ക് തന്നേക്കുന്നതാ, അതുകൊണ്ട് ഞാൻ കൂട്ടായ്മയ്ക്ക് വരും, അവിടെ ഇരുന്ന് ഉറക്കം വരുവാണെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നെ ശരിക്കും അറിയാവുന്ന ഈശോ, എൻ്റെ കുറവുകൾ അറിയാവുന്ന ഈശോ പക്ഷേ പതുക്കെ എന്നെ മാറ്റാൻ തുടങ്ങി. എന്നോട് നമ്മൾ ഈ കൂട്ടായ്മ വന്നു കഴിയുമ്പോൾ നമ്മളോട് മറ്റുള്ളവർ മിണ്ടുക ചെയ്യുമ്പം പതുക്കെ ഞാൻ അവരോട് മിണ്ടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള മടിയൊക്കെ ഈശോ പതുക്കെ മാറ്റി തന്നു. ശരിക്കും ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈശോ ഇനി പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മിനിസ്ട്രിയിലെ ഓരോ കുഞ്ഞു ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നെ ഏൽപ്പിക്കുമ്പോഴും ഞാൻ ഈശോയോട് പറയായിരുന്നു, ഈശോയെ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും
നിനക്ക് വേണ്ടി ചെയ്യാനില്ലല്ലോ, ഈ കുഞ്ഞു കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുക എന്നൊക്കെ പറയും. എനിക്ക് ചെയ്യാൻ മടി കാണും, ബുദ്ധിമുട്ട് എൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ഈശോയുടെ സ്നേഹത്തെ പറ്റി ഞാൻ ഈശോയോട് പറയാം, ഈശോയെ ഞാൻ ഈ കുഞ്ഞു കാര്യം നിനക്ക് ചെയ്യുക, എന്താണെങ്കിലും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കില്ല, അങ്ങനെ എനിക്ക് അറിയത്തുമില്ല എന്ന് ഞാൻ എല്ലായിടത്തും നിന്ന് മാറി നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഈശോയുടെ പറഞ്ഞ് ഞാൻ ഓരോ കുഞ്ഞു കാര്യങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും അതിശയപ്പെടുത്തുന്നത്, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ കുഞ്ഞിതെന്ന് കരുതുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈശോ അതിനെ ഒത്തിരി മാനിക്കുന്നുണ്ട്, ഈശോ ഒത്തിരി വിലയിടുന്നുണ്ട്. ശരിക്കും അത് ഓർക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ്. ഒത്തിരി എന്താ പറയുക, ചില സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ, ഞാൻ ചില സമയത്ത് പ്രാർത്ഥിക്കാൻ എൻ്റെ പേഴ്സണൽ പ്രെയറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പഴയ കാര്യങ്ങളെ പറ്റി ഞാൻ ആലോചിക്കും. ഞാൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഈശോയുടെ അതിലുള്ള ഓരോന്ന് നന്ദി പറഞ്ഞ് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് മിണ്ടാനുള്ള ആ ഒരു മടി ഉണ്ടായിരുന്ന വ്യക്തി, മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കാൻ മടിയുള്ള എന്നെ ഈശോ പതുക്കെ മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ പിന്നെ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കൊറോണ തുടങ്ങി കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ പ്രോഗ്രാംസ്, നമ്മുടെ കൂട്ടായ്മകളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് സൂം വഴിയായിരുന്നു പ്രോഗ്രാംസൊക്കെ നടന്നത്. ആ ഒരു സമയത്ത് ശരിക്കും ഈശോ എന്നെ മാറ്റിയെടുക്കുന്ന ഒരു സമയമായിരുന്നു. എന്നെ പഠിപ്പിക്കാനും എന്നെ മാറ്റിയെടുക്കാനുമായിട്ട് ഈശോ ആ ഒരു സമയം, ഞാൻ വിചാരിക്കുന്നത് ഈശോ എനിക്ക് വേണ്ടി ഒത്തിരി സമയം ആ സമയത്ത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം സൂമിനകത്ത് നമ്മളെ ആരും കാണുന്നില്ല, ഞാൻ ഒരിക്കലും അതിനകത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് തന്നെ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം എന്താണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം, എന്നിട്ട് അത് ഞാനത് എഴുതി ഉണ്ടാക്കി വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ നോക്കിയാണ് വായിക്കുന്നത്. കാരണം എനിക്കതൊന്നും ചെയ്യാൻ അറിയത്തില്ല, പറയാൻ അറിയത്തില്ല, നല്ല പേടിയുണ്ട്. ഈശോയെ ഞാൻ ഇതിലൊക്കെ ഈ കുഞ്ഞൊരു കാര്യം ഒരു 3 സെൻറ്റൻസ് എനിക്ക് പറയാൻ പറ്റത്തില്ല നോക്കാതെ എന്നൊക്കെ ഞാൻ ഈശോയോടിരുന്ന് പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ സൂമിനകത്ത് വീഡിയോ ഓഫ് ചെയ്തിട്ട് പേപ്പർ നോക്കിയാണ് എന്നിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട അടുത്ത് നമുക്ക് പണ്ടൊക്കെ ബുക്കിൽ കാണില്ലേ ഒരു വര ഇടുന്നേ, ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു വര നമ്മൾ പള്ളിയിലൊക്കെ കാണത്തില്ലേ, അതുപോലെ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട അടുത്തൊരു വര ഇട്ട് വെക്കുമായിരുന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഇവിടെ തുടങ്ങണം. അതുപോലെ അത്രയും ഒരു താഴ്ന്ന ഒന്നും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അവിടുന്ന് പക്ഷേ ഈശോനെ മാറ്റി, ഈശോനെ പതുക്കെ ഒരുക്കി. അതുപോലെ തന്നെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ടാണ് ഈശോ പതുക്കെ ഒരുക്കുമ്പോൾ, എന്നെ ആദ്യത്തെ ഞാൻ ചെയ്ത ശുശ്രൂഷയൊക്കെ ഇതുപോലെ സൂമിലായിരുന്നു. അപ്പം ഇത് തന്നെയായിരുന്നു, ഞാൻ നോക്കി വായിക്കുമായിരുന്നു ചെയ്തത്. ശരിക്കും ഈശോനെ പതുക്കെ മാറ്റിയെടുക്കുക. ഞാൻ എന്താണെന്ന് അറിയാമായിരുന്നു എനിക്ക്. ശരിക്കും അത് ഓർക്കുമ്പോൾ അത്ഭുതമാണ്, ഈശോനെ പറ്റി ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് അതൊക്കെ ഓർക്കുമ്പോൾ. ആ കർട്ടൻ്റെ പുറകിൽ നിന്ന് പതുക്കെ മാറ്റി നമ്മളെ മുന്നിലേക്ക് പതുക്കെ ഈശോ ആ കർട്ടൻ മാറ്റി എന്നെ പതുക്കെ ഈശോ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഞാൻ എന്തായിരുന്നു എന്നറിയാം, എത്ര കുറവുകൾ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, ഞാനല്ല സംസാരിക്കുന്നത്, എൻ്റെ ഈശോയെ സംസാരിക്കുന്നത്. ഞാൻ നിൽക്കുകയല്ല, എന്നെ നിർത്തുക. ആ ഒരു കൃപ, ആ ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ ഞാൻ ഒത്തിരി അനുഭവിച്ചറിഞ്ഞു. ചേച്ചി ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചത്, എന്നെയും ഈ സർവീസ് ടീമിലേക്ക് ചേച്ചി വിളിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും ഒരു ഒട്ട സമയമില്ലാത്തൊരു സമയമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2ാമത്തെ മോൻ ജനിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത മോൾക്കാണെങ്കിൽ 2 വയസ്സ് പ്രായം. ഒരു സ്ഥിരമായിട്ടൊരു ലിവിൻ മെയ്ഡ് ഇല്ല. അങ്ങനെ ഇവർ മാറി വന്നു പോകുന്ന അവസ്ഥകളാണ്. അപ്പം ഒട്ടും സമയമില്ല. പക്ഷേ നമുക്ക് കർത്താവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണോ എന്ന് ഉള്ള ഉള്ളിൽ കിടപ്പുണ്ട് താനും. അതുകൊണ്ട് മനസ്സോടെ ആണെങ്കിലും ആ ഈശോയുടെ ആ വിളിക്ക് ഞാനൊരു യേസ് പറഞ്ഞു പോയി. അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വലിയൊരു കരുണ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യം, കൂട്ടായ്മയ്ക്ക് പോലും നമുക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിൽ ചെറിയ കൂട്ടായ്മകൾ അറേഞ്ച് ചെയ്യാനും അതിന് മറ്റുള്ളവരെ വിളിക്കാനും ഒക്കെ ദൈവം എന്നെ ഉപകരണമാക്കി നിന്നും തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും നന്ദിയോടെ മാത്രമേ എനിക്കത് പറയാൻ കഴിയുള്ളൂ. പിന്നെ ആ സമയത്ത് ഞാൻ കൂട്ടായ്മയുടെ വലിയ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സമയക്കുറവ് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കുകയും അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത് പോകുമ്പോൾ ആ ഈശോ തരും നമുക്ക് വലിയ സ്നേഹം. അത് ശരിക്കും ആ കൂട്ടായ്മയിൽ ഞാൻ അനുഭവിക്കാനായിട്ടിടയുണ്ടായി. ജാക്കി നേരത്തെ പറഞ്ഞു, വചനത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ വചനത്തിൻ്റെ കാര്യത്തിൽ എനിക്കും വലിയൊരു അനുഭവമുണ്ട്. ഞാൻ ആദ്യമായിട്ട് 2008 തോന്നുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ഡോക്ടർ, ആ ഡോക്ടർ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ ഒരു പ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സ് പിള്ളേരോട് എല്ലാവരും ചോദിച്ചു, ബൈബിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് പ്രാവശ്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചിന്ത അന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആ വ്യക്തിയോട് ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയാൻ, പ്രത്യേകിച്ച് അക്രൈസ്തവനായ ഒരു വ്യക്തിയോട് നമ്മുടെ സുവിശേഷം വായിച്ചിട്ടില്ല, ബൈബിൾ മൊത്തം വായിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉത്തരം കൊടുക്കാതെ പലപ്പോഴും മാറി നടക്കുമായിരുന്നു. പക്ഷേ പിന്നീട് പലപ്പോഴും ഈ വ്യക്തി ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ച ലാസ്റ്റ് എനിക്ക് ആ വ്യക്തിയോട് പറയേണ്ടി വന്നു, ഞാൻ വായിച്ചിട്ടില്ല എന്നൊരു പ്രാവശ്യം പറയേണ്ടി വന്നു. അന്ന് എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. നമ്മുടെ വീട്ടിൽ നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കാണുകയും എടുക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പുസ്തകം, നമ്മുടെ സുവിശേഷം, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രാവശ്യം പോലും ഞാൻ വായിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ വരരുത്, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ വായിച്ചിട്ടില്ല എന്ന് ഒരിക്കലും വചനത്തെപ്പറ്റി പറയേണ്ട വരരുത് എന്നൊരു ചിന്ത എനിക്ക് അന്ന് വന്നു.
അപ്പോൾ ഞാൻ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വചനം ബൈബിൾ അന്ന് പുതിയ നിയമം മാത്രമായിരുന്നു, ചെറിയൊരു ബൈബിളാണ്. അങ്ങനെ ഞാനന്ന് ആദ്യമായിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ്, നാളെ ഇനി ആരെങ്കിലും ചോദിച്ചാൽ വായിച്ചിട്ടില്ല എന്ന് പറയരുത്, ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത്ര മാത്രം ബൈബിൾ വായിച്ചിട്ടില്ല എന്ന് ആരോടും ഇനി പറയേണ്ടി വരരുത് എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അന്ന് എൻ്റെ ഉദ്ദേശം ഇതായതുകൊണ്ട് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചൊന്നുമല്ല വായിക്കുന്നത്, പെട്ടെന്ന് സ്പീഡിലുള്ളൊരു വായനയാണ്. അതിനകത്ത് ആകെ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ പേജിലും എൻ്റെ വിരൽ തട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചൊന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ ഒരു പുതിയ നിയമം ഒരു പ്രാവശ്യം വായിച്ച് നിർത്തി. അങ്ങനെ വായിച്ച് നിർത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ വീണ്ടും വായിക്കാനുള്ളൊരു പ്രചോദനം ഈശോ തന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ബൈബിൾ വായിക്കാൻ തുടങ്ങി, പുതിയ നിയമം. അങ്ങനെ വായിക്കുമ്പം അന്നേരം ഞാൻ കുറച്ച് ശ്രദ്ധിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ ഞാൻ പല വചനങ്ങളും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ വചനമുണ്ടോ ഇതിനകത്ത്, ഇതൊന്നും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ. ഇങ്ങനെ പല വചനങ്ങൾ കാണുമ്പോഴും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. അന്ന് ആ വചനം വായിച്ച് നിർത്തുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കൊരു സമ്പൂർണ്ണ ബൈബിൾ എന്താണേലും വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരുടെ അടുത്ത് സമ്പൂർണ്ണ ബൈബിൾ ഉണ്ടായിരുന്നില്ല. ഞാൻ 2010 കുവൈറ്റിലേക്ക് കയറി പോരുമ്പോൾ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്തിട്ടാണ് പോരുന്നത്. ഞാൻ ഈ ബൈബിളായിട്ട് പോകുന്നു, എന്നിട്ട് ഞാൻ പലവട്ടമായിട്ട് ഈ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് ബൈബിൾ വായിക്കണം, പക്ഷേ ഒരാഴ്ച വായിക്കും, അല്ലെങ്കിൽ ഒരു 8-10 ചാപ്റ്റർ വായിക്കും. ഞാൻ തുടങ്ങും, അത് കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും, കുറച്ച് മടിയാവും. അങ്ങനെ അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. എത്രയോ പ്രാവശ്യം ഞാൻ തുടങ്ങി, എത്രയോ പ്രാവശ്യം ഞാൻ നിർത്തി, ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അന്ന് എൻ്റെ ഈശോൻ്റെ കൂടെ നിന്നു, ഈശോ എന്നെ സഹായിച്ചു. അങ്ങനെ ബൈബിൾ വായിക്കാനായിട്ട്, അത് പൂർത്തിയാക്കാനൊക്കെ ആയിട്ട് ഈശോ എന്നെ സഹായിച്ചു. ഈശോയ്ക്ക് മാത്രം ഈശോയുടെ വലിയൊരു കരുണയാണ് നമുക്ക് വേണം കരുതാൻ, അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഈ വചനത്തോട് നമുക്ക് വചനം അനുസരിക്കാൻ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവളും ഉദരത്തിൽ വഹിച്ചവളുമല്ലേ. അതെ. അപ്പം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈശോയുടെ വചനം അനുസരിക്കാൻ അമ്മ എപ്പോഴും നമ്മളെ സഹായിക്കും. അപ്പോൾ അമ്മയോട് നമുക്കൊന്ന് ഒരു സഹായം എനിക്ക് പാടാം. ഒന്ന് പാടി പ്രാർത്ഥിക്കാം. പാട്ടൊക്കെ അമ്മേ നീ വചനത്തിൽ ജീവിച്ചതുപോൽ ഞങ്ങളും വചനത്തിൽ ജീവിച്ചിടുവാൻ. അമ്മേ നീ വചനത്തിൽ ജീവിച്ചതുപോൽ ഞങ്ങളും വചനത്തിൽ ജീവിച്ചിടുവാൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.